ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനു. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി എൻ്റെ അനിയത്തി അഞ്ജു പുറത്തു പോവാണ്. പുറത്ത് മീൻസ് ദുബായ് പോവാണ്. ദുബായ് പോവാണ്. അപ്പോൾ അവൾ ആക്ച്വലി അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഓൺ സൈറ്റ് ആയിട്ട് പോവാണ് കേട്ടോ. സോ അതിൻ്റെ വീഡിയോ ആണെന്ന് ഞാൻ കാണിക്കുന്നത്. അവൾ പോകുന്നതിൽ എനിക്ക് ഒരേപോലെ സന്തോഷമുണ്ട് എന്നാൽ വിഷമമുണ്ട്. പക്ഷേ അവള് പോട്ടെ. അപ്പോൾ അവള് പെട്ടി പാക്കിങ് വേണ്ടിയിട്ട് കണ്ടിട്ട് വരാൻ നിൽക്കാം. ഇത് ഞാൻ അഞ്ജുവിന് വാങ്ങി കൊടുത്താണ്. അവൾ പോവല്ലേ, അപ്പോൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ അവൾക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് ഇടിയിറച്ചിയും ഈ പ്രോൺസിൻ്റെ ഫ്രൈയും കിട്ടിയ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അവൾക്ക് ജസ്റ്റ് ഒരു ഗിഫ്റ്റ് പോലെ വാങ്ങി കൊടുത്താണ് കേട്ടോ. പിന്നെ ഇത് അമ്മ അഞ്ജുവിന് ഉണ്ടാക്കി കൊടുത്ത മീനച്ചാറാണ്. അവൾക്ക് മീനച്ചാർ ഇഷ്ടമാണ്, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തതാ അമ്മ. സോ നമ്മളിത് അഞ്ജുവിൻ്റെ പെട്ടി പാക്ക് ചെയ്യലാണ്. വെയിറ്റൊക്കെ നോക്കി, വെയിറ്റൊക്കെ ഏകദേശം ഓക്കെയാണ്. എന്നാലും സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാനൊന്ന് പോണേ, ഒന്നുകൂടെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നാളെ പുലർച്ചെ 3:45 ഉള്ളു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഒരു എത്ര മണിക്ക് ഇറങ്ങാം? 8 മണിയാകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കണേ കേട്ടോ. 8 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് നമ്മളവിടെ 2 മണിക്കൂറിൽ എയർപോർട്ടിൽ എത്തുമായിരിക്കും. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് അഞ്ച് കയറണേ. അപ്പോൾ 2 മണിക്കൂറിൽ എത്തുമായിരിക്കും അവിടെ. ഇത് ഞാനുണ്ടാക്കിയ പ്ലെയിനാണ്. ഈ പ്ലെയിൻ പറക്കും. പ്ലെയിൻ എന്തൊരു പ്ലെയിൻ വേണം. 5 ഉണ്ടാക്കി വെച്ച സാധനമാണ് കേട്ടോ അത്. ഒരു പെട്ടി എടുക്കാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മളെന്തിനാണ് ഇത്ര നേരത്തെ ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് 3:45 ആക്ച്വലി ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഈ പുലർച്ചെയുള്ള ഡ്രൈവിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അവളെ കൊണ്ടാക്കിയിട്ട് അവളെ ചെക്കിന് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചു പോരാമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ ആക്ച്വലി ഒരു പാത്രം വെച്ച് അതിൻ്റെ മേലെ പെട്ടി വെച്ചിട്ടാണ് കേട്ടോ വെയിറ്റൊക്കെ നോക്കിയത്. അവൾക്ക് എയർപോർട്ടിൽ വെയിറ്റ് കറക്റ്റായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ ഈ സംഭവം വർക്കായി. നമ്മൾ അങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം ഒരു 30 കിലോൻ്റെ അടുത്ത് തന്നെയായിരുന്നു വന്നത്. അവൾക്ക് അതിന് വെയിറ്റ് ടോട്ടൽ 30 കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാണുന്നുണ്ടോ? 18.20 19 കൂട്ടിക്കോ. 19 + 11 എത്ര? 30. കറക്റ്റ് 30 ആയാ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റ് ഞാൻ ഇട്ടോ ശരിക്കും ഇടും. രണ്ടും സോ അപ്പം നമ്മൾ ഇറങ്ങാണ്. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടോ ഇറങ്ങുമ്പോൾ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇറങ്ങാറായപ്പോൾ ഞങ്ങൾക്കൊക്കെ ചെറുതായിട്ട് വിഷമമായിട്ടോ. അമ്മയൊക്കെ കരഞ്ഞു. നമ്മക്കറിയാലോ. ഡാഡീനെ ആക്ച്വലി അടിയനുണ്ടായിരുന്നു വാങ്ങിയുണ്ടായത് കേട്ടോ. ആ കാറിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് ഡാഡി. അഞ്ജുന് എന്താ പറയാനുള്ളേ? അഞ്ജു പോവല്ലേ, എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. പറ. ഞാൻ പോവാണ്, മണിക്കൂറുകൾ മാത്രം. അഞ്ജുന് വിഷമമുണ്ടോ? കുറെ ദിവസങ്ങളായിട്ട് ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വിഷമമുണ്ടോന്ന്? ഇല്ലെന്ന് വിഷമത്ത് ഞാൻ കരയണോ? കരയണം. അതൊന്നും പറ്റൂല. അങ്ങനെ നമ്മളിത് ഏകദേശം ഒരു 11 മണിയായപ്പം എയർപോർട്ടിലെത്തി. നമുക്കങ്ങനെ വരുമ്പോൾ വലിയ ബ്ലോക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട്
ഓൾമോസ്റ്റ് 2 മണിക്കൂർ തന്നെയാണ് എടുത്തത് നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട്. സോ 5 പോവാണ് ഗൈസ്. അവളത് പോവാറായി. ആക്ച്വലി അവൾക്കും ചെറുതായിട്ട് വിഷമമൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പോണതിന് തൊട്ട് മുന്നത്തെ 2-3 ദിവസത്തൊക്കെ ഇങ്ങനെ അവളിങ്ങനെ എണ്ണി ഇരിക്കുകയായിരുന്നു, ഞാൻ നാളെ പോവും. പിന്നെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം അവൾ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് അത്ര വലിയ വിഷമമൊന്നും ഉണ്ടായില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിഷമം ഉണ്ടായുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ വലിയ വിഷമമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാനി കുറച്ച് പ്രശ്നമൊക്കെ ആക്കി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ അവനെ മാനേജ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്കധികം വിഷമമായിട്ട് തോന്നാൻ. പിന്നെ അധികം നേരം നമ്മൾ എയർപോർട്ടിൽ നിന്നില്ല കേട്ടോ. നമ്മളൊരു 11 മണിക്ക് അവിടെ എത്തി, 12 മണി വരെ നിന്നു. 12 മണിയായപ്പോൾ അവൾ ചെക്കിന് കയറി. അപ്പോൾ പിന്നെ നമ്മളിങ്ങ് തിരിച്ചു പോന്നു. പിന്നെ ഇപ്പോൾ നമ്മളവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. സോ നമ്മൾ വേഗം തിരിച്ചു പോകുന്നു. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.